പണ്ടു പണ്ടൊരിക്കല് കിങ്ങിണിപ്പുഴയുടെ തീരത്ത് അതിമനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ ആമയും മുയലും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. എന്താണെന്നോ? ആമ പറഞ്ഞു, ആമയാണ് കാട്ടിലെ ഏറ്റവും നല്ല ഓട്ടക്കാരനെന്ന്. അതേസമയം മുയൽ വിട്ടുകൊടുക്കുമോ? മുയൽ പറഞ്ഞു, മുയലാണ് കാട്ടിലെ ഏറ്റവും നല്ല ഓട്ടക്കാരൻ. രണ്ടുപേരും തമ്മിൽ മുട്ടനടിയായി. ഇവരുടെ അടി കണ്ട് സഹിക്കവയ്യാതെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവരെ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. ആമയുടെയും മുയലിൻ്റെയും പ്രശ്നം കേട്ടുകഴിഞ്ഞപ്പോൾ സിംഹമഹാരാജാവ് അവരോട് പറഞ്ഞു, എങ്കിൽ ശരി, നമുക്ക് കാട്ടിൽ ഒരു ഓട്ടമത്സരം നടത്താം. നാളെ തന്നെ ആകട്ടെ ഓട്ടമത്സരം. മത്സരത്തിൽ ജയിക്കുന്നവരാരോ അവരാണ് കാട്ടിലെ ഏറ്റവും നല്ല ഓട്ടക്കാരൻ. മുയലാണ് ജയിക്കുന്നതെങ്കിൽ മുയലായിരിക്കും കാട്ടിലെ മികച്ച ഓട്ടക്കാരൻ. അതുപോലെ തന്നെ ആമയാണ് വിജയിക്കുന്നതെങ്കിൽ ആമയായിരിക്കും കാട്ടിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരൻ. സിംഹമഹാരാജാവിൻ്റെ ഈ തീരുമാനം എല്ലാ മൃഗങ്ങൾക്കും ഒരുപാടിഷ്ടമായി. എല്ലാവരും അടുത്ത ദിവസത്തിനായി കാത്തിരുന്നു. നേരം വെളുത്തു. ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരം ദാ തുടങ്ങുകയായി. എല്ലാവരും കൈയടിച്ച് ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരം കാണുകയാണ്. ആമയും മുയലും ഓട്ടത്തോടോട്ടം ഓടി 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 ഒരുപാട് ദൂരെ എത്തിയപ്പോൾ മുയല് പെതുക്കെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴോ ആമച്ചാരും ഉണ്ട് കൂടെ, പക്ഷേ കുറച്ച് പുറകിലായിട്ടാണ്. മുയല് വീണ്ടും ഓടി 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 കുറേ ദൂരം ചെന്നു. കുറേ കഴിഞ്ഞ് മുയൽ തിരിഞ്ഞു നോക്കിയപ്പോ ആമച്ചാരെ കാണുന്നില്ല. ആമ ഇഴഞ്ഞിഴഞ്ഞ് ഇങ്ങെത്തുമ്പോഴേക്കും കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച മുയല് ഒരു മരത്തിന്റെ ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിക്കാനായിരുന്ന മുയല് താൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആമച്ചാര് നടന്ന് നടന്ന് ഉറങ്ങിക്കിടക്കുന്ന മുയലിൻ്റെ അടുത്തെത്തി. ആമ മുയലിനെ വിളിച്ചുണർത്തിയില്ല. ആമ മെല്ലെ ഇഴഞ്ഞു നീങ്ങി. മെല്ലെ 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 ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ആമ ലക്ഷ്യസ്ഥാനത്തെത്തി. ആമയുടെ വിജയം കണ്ട് ബാക്കി മൃഗങ്ങളെല്ലാവരും കൈയടിച്ചു. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. സിംഹമഹാരാജാവ് ആമയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. എല്ലാ മൃഗങ്ങളുടെയും അട്ടഹാസവും സന്തോഷവും കേട്ട് ഉറങ്ങിക്കിടന്ന മുയലച്ചാര് ഞെട്ടി ഉണർന്ന മുയൽ കാണുന്നതോ കയ്യിൽ സമ്മാനവും പിടിച്ചു നിൽക്കുന്ന ആമച്ചാരെ. മുയലിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിതെന്ന് മുയലച്ചാർക്ക് മനസ്സിലായി. മറ്റു ജീവികളെ ഒന്നും വില കുറച്ച് കാണരുതെന്ന പാഠം മുയലച്ചാര് പഠിച്ചു. അന്നു മുതൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും മുയലച്ചാരുടെ കൂട്ടുകാരായി മാറി. ആരോടും അടികൂടാതെ എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങൾക്കും കഴിവുകളുണ്ടെന്നും അവരെല്ലാവരും മികച്ചവരാണെന്നും
മുയലച്ചാർക്ക് മനസ്സിലായി. അതിനുശേഷം ആമയും മുയലും കാട്ടിൽ നല്ല കൂട്ടുകാരായി താമസിച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥ? നിങ്ങൾക്ക് ആമയുടെയും മുയലിന്റെയും കഥ ഇഷ്ടപ്പെട്ടോ? ബൈ ബൈ.